മാന്യ പ്രേക്ഷകർക്ക് നിഴലുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. പ്രാദേശിക ഭരണകൂട തലവന്മാരോടൊപ്പം ഞങ്ങൾ നടത്തുന്ന യാത്ര. ഭരണകൂടത്തിൻ്റെ കാലാവധി ഇനി ഏതാനും മാസങ്ങൾ മാത്രം. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളും ഇന്നത്തെ നാടിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും മാറ്റിവെക്കുന്ന ഈ യാത്രയിൽ നമ്മോടൊപ്പമുള്ളത് പാലാ നഗരസഭയുടെ ചെയർമാൻ ശ്രീ കുര്യാക്കോസ് പടവൻ. സൗന്ദര്യം നിറഞ്ഞ മലയോര പ്രദേശങ്ങൾ കൊണ്ടും പാലാ നഗരഹൃദയത്തിൽ അമ്പരചുംബിയായി നിൽക്കുന്ന കുരിശുപള്ളിയുടെ ദിവ്യ സാന്നിധ്യം കൊണ്ടും അതീവ സമ്പന്നമാണ് പാലാ. കേരളത്തിലെ 60 നഗരസഭകളിൽ പദ്ധതി വിഹിതം 100% ചെലവഴിച്ച നഗരസഭകളിൽ പ്രഥമ സ്ഥാനീയം. മികവുറ്റ ഭരണ സംവിധാനം കൊണ്ട് പാലായെ വികസന സമ്പൂർണ്ണമാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ കുര്യാക്കോസ് പടവൻ. നമുക്ക് അദ്ദേഹത്തെ ഈ യാത്രയിലൂടെ പരിചയപ്പെടാം. അങ്ങേക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ആദ്യമായി അങ്ങേക്ക് ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ കേരളത്തിൽ ഒരു നഗരസഭയ്ക്കും അവകാശപ്പെടാനാകാത്ത വിധം ഫ്രണ്ട് ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ സൗകര്യാർത്ഥം വൃത്തിയും വെടുപ്പുമുള്ള ഈ സംവിധാനം മറ്റു നഗരസഭകൾക്ക് ഒരു മാതൃക തന്നെയാണ്. സ്ഥിരീകരിച്ച മുറികളിലാണ് പൊതുജനങ്ങളുടെ ഇരിപ്പിടം സജ്ജീകരിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുവാൻ അങ്ങയെ പ്രേരിപ്പിച്ചത്? പാലാ നഗരസഭ പാലായിലെ മുഴുവൻ ആളുകൾക്കും വേണ്ടിയിട്ട് പാലാ നഗരസഭയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയും പാലാ നഗരസഭയിലേക്ക് കടന്നു വരുന്ന ജനങ്ങൾക്കാണ് ഏറ്റവുമായി പ്രാധാന്യം കൊടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയിൽ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകളെയും സ്വീകരിക്കുകയും അവർക്ക് മാന്യമായ ഇരിപ്പിടവും മാന്യമായ സംവിധാനങ്ങളും പാലാ നഗരസഭ ഒരുക്കിയിട്ടുണ്ട്. ശീതീകരിച്ച മുറി പൊതുജനങ്ങൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് പൊതുജനങ്ങളാണ്. പാലാ നഗരസഭയുടെ പ്രാധാന്യം നൽകുന്നത് പൊതുജനങ്ങൾക്ക് തന്നെയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നഗരസഭയിൽ എത്തുമ്പോൾ അവരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും അവരുടെ ആവശ്യങ്ങൾ പരമാവധി നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രണ്ട് ഓഫീസ് വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ പ്രശ്നങ്ങളുമായി എത്തിച്ചേരുന്ന അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അതാത് ദിവസങ്ങളിൽ തന്നെ ചെയ്തു കൊടുക്കുവാനായി നഗരസഭ ശ്രദ്ധിക്കുകയും പൊതുജനങ്ങൾക്ക് എത്തിപ്പെടുവാനായി ഒരു ഉദ്യോഗസ്ഥനെ കണ്ട് ആ ഉദ്യോഗസ്ഥനെ തന്നെ പിറ്റേ ദിവസവും കാണുമ്പോൾ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയായി എത്രമാത്രമായി എന്നറിയുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ആ ഒരു ഉദ്യോഗസ്ഥൻ്റെ ഉത്തരവാദിത്വത്തിൽ അവിടെ വരുന്ന മുഴുവൻ ആളുകളെയും കൈകാര്യം ചെയ്യുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട്. കൂടാതെ ഓഫീസിലെത്തുന്ന ആളുകൾക്ക് അവിടെ വിശ്രമിക്കുവാനുള്ള സൗകര്യത്തോടൊപ്പം തന്നെ ശുദ്ധീകരിച്ച കുടിവെള്ളം കൊടുക്കുന്നതിനും അതുപോലെ തന്നെ TV ഒക്കെ അവിടെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റ് സൗകര്യങ്ങളും അവിടെ അവർക്കായി ഒരുക്കിയിട്ടുണ്ട്. തുടർച്ചയായി 3 വർഷവും പദ്ധതി 100% വിനിയോഗിച്ച് കേരളത്തിലെ ഏക നഗരസഭയായി മാറി. എങ്ങനെയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്? പാലാ നഗരസഭ കഴിഞ്ഞ 3 വർഷക്കാലമായി 100% പദ്ധതി വിഹിതം ചെലവഴിച്ചു. ആദ്യ വർഷം 70% ചെലവഴിക്കുവാനായി കഴിഞ്ഞു. 4ാമത്തെ വർഷവും 100% തുക വിനിയോഗിക്കുവാനായി കഴിഞ്ഞു. ഇത്രയും അധികം പൂർണ്ണമായും തുക ചെലവഴിക്കുവാനായി കഴിഞ്ഞത് നഗരസഭയ്ക്ക് അനുവദിച്ചു കിട്ടിയ മുഴുവൻ തുകയും അതാത് മേഖലകളിൽ അതാത് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാകുന്ന പദ്ധതികൾ മാത്രം രൂപകൽപ്പന ചെയ്യുകയും പദ്ധതികൾ പൂർണ്ണമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി ആദ്യമേ തന്നെ തീരുമാനിച്ചതിൻ്റെയും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ പദ്ധതി വിഹിതം 100% ചെലവഴിക്കുവാനായി കഴിഞ്ഞത്. 100% പദ്ധതി വിഹിതം ചെലവഴിച്ചതിലൂടെ പാലാ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള അഭിമാനം ഞങ്ങൾക്ക് ഏവർക്കുമുണ്ട്. പാലായിലെ വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമാക്കുവാനായി കഴിഞ്ഞതിൻ്റെ ഏറ്റവും പ്രധാന നേട്ടം എന്ന് പറയുന്നത് അനുവദിച്ചു കിട്ടിയ തുക പൂർണ്ണമായും അതാത് മേഖലകളിൽ ചെലവഴിച്ചതാണ് എന്ന അഭിമാനത്തോടുകൂടി ഓർക്കുന്നു. കേരളത്തിന്റെ ശാപമായി മാറിയിരിക്കുന്ന മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത്? മാലിന്യ സംസ്കരണം പാലാ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പ്രശ്നമായിരുന്നു. എങ്കിൽ പാലാ നഗരസഭ കാര്യക്ഷമമായി ഇടപെടുകയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹകരണത്തോടുകൂടി പാലാ മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ ആളുകൾക്കും മാലിന്യ സംസ്കരണം വികേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായി പൈപ്പ്
എല്ലാവർക്കും നൽകുകയും പൈപ്പ് കമ്പോസ്റ്റ് പദ്ധതി പാലാ മുനിസിപ്പാലിറ്റിയിൽ 100% ആളുകൾക്കും പൂർണ്ണമായും സൗജന്യമായി നൽകുകയുണ്ടായി. കേരളത്തിൽ ആദ്യമായാണ്, കേരളത്തിലെ മറ്റ് നഗരസഭകൾക്കെല്ലാം മാതൃകയായ പ്രവർത്തനമാണ് ഇക്കാര്യത്തിലൂടെ നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. പാലാ നഗരത്തിൽ സ്ഥാപിച്ചിരുന്ന വേസ്റ്റ് ബിന്നുകൾ മുഴുവൻ നീക്കം ചെയ്യുകയും എല്ലാവരും അവരവരുടെ മാലിന്യങ്ങൾ അവരവരുടെ ഉത്തരവാദിത്വത്തിൽ സംസ്കരിക്കണം എന്ന് തീരുമാനിക്കുകയും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുകയും ചെയ്തു. വഴിയോരങ്ങളിലേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് അവർക്കെതിരെ കർശനമായ നടപടികൾ എടുത്തു. കെട്ടുകെട്ടിയ മാലിന്യങ്ങൾ നമ്മുടെ നഗരത്തിൽ വന്നാൽ അത് പരിശോധിച്ച് അത് ആരുടേതാണ് എന്ന് മനസ്സിലാകുന്ന രീതിയിൽ അതിനകത്തെ സ്ലിപ്പുകൾ, ബില്ലുകൾ ഒക്കെ പരിശോധിച്ച് അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തുകയും അവർക്ക് പ്രത്യേകം ഫൈൻ ചുമത്തിക്കൊണ്ട് ഈ പദ്ധതി വിജയിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. ഇന്ന് പാലാ നഗരത്തിലേക്ക് ആരും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നില്ല. പാലാ നഗരത്തിലെ ആളുകളുടെ വലിയ ഒരു സമീപനമാണ്, ഇതിനുള്ള സഹകരണമാണ് ഇതിൻ്റെ വിജയം എന്ന് ഞങ്ങൾ കരുതുന്നു. നഗരസഭയിൽ ഇക്കാര്യം മാലിന്യം ഒരു ശാപമല്ല എന്ന് മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നഗരവാസികളുടെ സഹകരണം ഈ കാര്യത്തിൽ നല്ല രീതിയിൽ ലഭിക്കുന്നുണ്ട്. പാലിയേറ്റീവ്, വയോമിത്രം പദ്ധതി, ആശ്രയ പദ്ധതി ഈ നഗരസഭയിൽ എത്രത്തോളം പ്രവർത്തനക്ഷമമാണ്? പാലിയേറ്റീവ് പദ്ധതി പാലാ നഗരത്തിൽ വളരെ വിജയകരമായി നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞു. പാലാ നഗരത്തിലെ മുഴുവൻ കിടപ്പ് രോഗികൾക്കും APL BPL വ്യത്യാസമില്ലാതെ വീടുകളിൽ നഗരസഭയുടെ ആംബുലൻസിൽ നഗരസഭയുടെ നേഴ്സും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് വീടുകളിലെത്തി അവരെ പരിശോധിക്കുകയും അവർക്ക് വേണ്ട ചികിത്സാ ക്രമീകരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. മാസത്തിലൊരിക്കൽ എല്ലാ രോഗികളെയും പരിശോധിക്കുകയും അതിലുപരിയായി കൂടുതൽ സൗകര്യങ്ങൾ വേണ്ട ആളുകൾക്ക് 2 ആഴ്ചയിലോ ആഴ്ചയിലോ ഒരിക്കൽ ചെല്ലുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അവർക്ക് ആവശ്യമായ ബെഡുകൾ, വീൽ ചെയറുകൾ, അങ്ങനെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ഏർപ്പെടുത്തി കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വയോമിത്രം പരിപാടി, അത് പാലാ നഗരസഭയ്ക്ക് അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് വയോമിത്രം പദ്ധതിയിലൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. പാലാ നഗരത്തിലെ 20 കേന്ദ്രങ്ങളിലായി ഏതാണ്ട് 750ഓളം രോഗികളെ പരിചരിക്കുവാനായി കഴിയുന്നുണ്ട്. 65 വയസ്സിന് മേൽ പ്രായമുള്ള 750ഓളം രോഗികളെ പരിചരിക്കുവാൻ അവർക്ക് അവരുടെ കേന്ദ്രങ്ങളിൽ എത്തി അവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുകയും അതുപോലെ സൗജന്യമായി മരുന്നുകൾ വിതരണം ചെയ്യുവാനായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇത് വലിയ ഒരു സഹായമാണ് ഈ മേഖലയിലുള്ള ആളുകൾക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിയിലുള്ള സ്ഥാപനമാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാലാ നഗരസഭ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ആനുകൂല്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അവർ ചെയ്യുന്ന ഈ സേവനം വളരെയധികം സുദീർഘമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിലപ്പെട്ടതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള മരുന്നുകൾ ഈ സ്ഥാപനത്തിനുള്ള എല്ലാ അന്തേവാസികൾക്കും കിട്ടുന്നുണ്ട്. പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു നന്മയാണ്, കാരുണ്യ പ്രവൃത്തിയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കൂടാതെ നഗരസഭ ആശ്രയ പദ്ധതിയും നല്ല രീതിയിൽ വിജയകരമായി നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ ആരുമില്ലാത്ത ആളുകളെ അവർക്ക് വേണ്ട ഭക്ഷണം കിറ്റുകൾ ഉൾപ്പെടെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനായി നഗരസഭ ശ്രമിച്ചിട്ടുണ്ട്. നഗരത്തിലെയും മറ്റു പ്രാന്ത പ്രദേശങ്ങളിലെയും ട്രാഫിക് യാത്രാ സൗകര്യങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത്? പാലാ നഗരത്തിൽ ട്രാഫിക് പരിഷ്കരണത്തിന് വേണ്ടിയിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പാലായിലെ എല്ലാ റോഡുകളും തന്നെ BMBC നിലവാരത്തിലേക്ക് ഉയർത്തുവാനായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട കേരള ധനകാര്യമന്ത്രി KM മാണി സാറിൻ്റെ നാടായ പാലായിൽ എല്ലാ റോഡുകളും തന്നെ മനോഹരമായി ടാറിങ് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. ബസ് കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം പാലായിൽ പുതിയതായി നിർമ്മിക്കുവാനായിട്ട് കഴിഞ്ഞു. ബസ്സുകൾ പൂർണ്ണമായും വെയിറ്റിംഗ് ഷെഡിനുള്ളിൽ കയറി നിൽക്കാവുന്ന രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡുകളാണ് പാലായിൽ തീർത്തിരിക്കുന്നത്. ആ രീതിയിലുള്ള 4 വെയിറ്റിംഗ് ഷെഡുകൾ പാലായിൽ തീർക്കുവാനായി കഴിഞ്ഞു. എങ്കിലും പാലാ നഗരത്തിലാണ് ഏറ്റവും ആദ്യമായി ഇതുപോലെയുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞത്. അവിടെ പൂർണ്ണമായും ബസ്സുകൾക്ക് കയറി നിൽക്കാവുന്ന രീതിയിലുള്ള വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കുകയും അത് മറ്റ് പല നഗരങ്ങളും അതിനെ മാതൃകയാക്കിക്കൊണ്ട് അതേ രീതിയിലുള്ള ബസ് സ്റ്റോപ്പുകൾ പിന്നീട് നിർമ്മിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ ക്രമീകരണങ്ങൾ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റികളൊക്കെ ചേർന്ന് കൃത്യമായി അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പാലാ നഗരത്തിലെ മുഴുവൻ ഓട്ടോറിക്ഷകൾക്കും കൃത്യമായ പെർമിറ്റുകൾ, പാർക്കിംഗ് ക്രമീകരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ഓരോ സ്റ്റാൻഡുകളിലും അവർക്കുള്ള കൺവീനറെ ചുമതലപ്പെടുത്തുകയും നഗരസഭ കൃത്യമായി അത് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടോ ടാക്സി രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പുതിയതായി ടാക്സി സ്റ്റാൻഡ് നിർമ്മിച്ചു കൊടുക്കുവാനും
അങ്ങനെ ആ മേഖലയിലുള്ള എല്ലാവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഈ നഗരസഭാ അതിർത്തിയിൽ ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്? പാലാ നഗരത്തിൽ ജനങ്ങളുടെ സൗകര്യാർത്ഥം ജനറൽ ഹോസ്പിറ്റല് വളരെ നല്ല രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ അവിടെ നടത്തി വരുന്നു. അവിടെ പുതിയതായ കെട്ടിടങ്ങൾ മുഴുവൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ KM മാണി സാറിൻ്റെ പ്രത്യേക താല്പര്യാർത്ഥമാണ് അവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നഗരസഭ അക്കാര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിക്കുകയും അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായി പുതിയ ഒരു ഹോമിയോ ആശുപത്രി നഗരസഭയ്ക്ക് നിർമ്മിക്കുവാനായി കഴിഞ്ഞു. നഗരസഭയുടെ അധീനതയിലുള്ള ഹോമിയോ ആശുപത്രി ഇന്ന് മറ്റ് പല സ്ഥലങ്ങളിലുമുള്ള ഹോമിയോ ആശുപത്രികൾക്ക് മാതൃകയായ രീതിയിൽ വളരെ വൃത്തിയായ രീതിയിൽ ഭംഗിയായ രീതിയിലുള്ള ചികിത്സാ സൗകര്യമാണ് അവിടെ കൊടുക്കുന്നത്. ആയിരക്കണക്കിന് രോഗികൾ അവിടെ എത്തുകയും അവർക്ക് ചികിത്സ കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം നഗരസഭയുടെ ആയുർവേദ ആശുപത്രിയും വളരെ ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയും നൂറുകണക്കിന് രോഗികൾ അവിടെ വരികയും അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ ആവശ്യമായ പരിശോധനകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മെഡിക്കൽ ലാബും അവിടെ തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. നടുവേദനയായിട്ട് ഞാൻ വന്നത്, എനിക്കെല്ലാം ഇവിടെ നല്ല പരിചരണം എല്ലാം കിട്ടി. എനിക്ക് സന്തോഷത്തോടെ എനിക്ക് പോകാനുള്ളത് കിട്ടി. എനിക്ക് ഷുഗർ കൂടിയിട്ട് ബ്ലഡ് സ്റ്റോക്ക് ആയിരുന്നു. അലോപ്പതി ചികിത്സ ചെയ്തു, കുറെ ചെയ്തിട്ട് കുറവ് വന്നില്ല. പിന്നെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഇത് വന്നു. ഇങ്ങനെയൊക്കെ വന്നപ്പോൾ പിന്നെ ആയുർവേദം ചെയ്യാമെന്ന് വെച്ചു. ഇവിടെ വന്നു ആദ്യമേ പൊടി ചികിത്സ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 7 ദിവസം തിരുമ്മി. അത് കഴിഞ്ഞ് പൊടി ലേഹ്യം ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും തിരുമ്മി പൊടി കിഴി ചെയ്തു. അത് കഴിഞ്ഞ് പിടിച്ചിൽ നടത്തി. അത് കഴിഞ്ഞ് നസ്യം നടത്തി ഇപ്പം ഒരു 54 ദിവസത്തോളമായി വന്നിട്ട്. ഇപ്പം എല്ലാം കൊണ്ടും കുറവുണ്ട്. വർഷങ്ങളായി വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന പാലാ ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഈ നഗരസഭയുടെ കാലത്ത് നല്ല നിലയിലുള്ള ഒരു കെട്ടിടത്തിലേക്കും 3 നിലയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയത്തിലേക്ക് പ്രവർത്തനം മാറ്റുകയും ഇവിടെ നല്ല നിലയിൽ സ്ഥാപനം പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പാലായിലുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി പാലാ നഗരസഭ പുതിയതായി ഒരു മെഡിക്കൽ ലാബ് തുറന്ന് പ്രവർത്തിക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പരിശോധനകൾ നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ലാഭേച്ഛ ഇല്ലാതെ മുഴുവൻ ആളുകൾക്കും പരിശോധനാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് പാലാ നഗരത്തിൽ മാത്രമല്ല, മറ്റ് പുറത്തുള്ള പഞ്ചായത്തുകളിൽ നിന്ന് വരുന്ന ആളുകൾക്കും ഇതിന്റെ സൗകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇത് വളരെ സൗകര്യപ്രദമായി നടപ്പിലാക്കിയിരിക്കുന്നു. ഈ മലയോര പ്രദേശത്ത് ട്രെയിൻ ഓടുന്നില്ലെങ്കിലും യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി എന്ത് സഹായമാണ് ഇവിടെ ഉള്ളത്? ശ്രീ ജോസ് കെ മാണി MP അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യാർത്ഥം ഒരു റെയിൽവേ റിസർവേഷൻ കൗണ്ടർ പാലായ്ക്ക് അനുവദിക്കുകയുണ്ടായി. ആ ഒരു സ്ഥാപനം കൂടുതൽ ആളുകൾക്ക് പ്രയോജനം നൽകുന്നതിന് വേണ്ടിയിട്ട് പാലാ നഗരസഭ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനും അത് ക്യാൻസൽ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മുഴുവൻ റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം പാലാ നഗരസഭ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നായ പൊതു ശ്മശാനത്തിന്റെ അവസ്ഥ എന്താണ്? നഗരസഭയുടെ പൊതു ശ്മശാനം ഒരു പാർക്ക് പോലെ മനോഹരമാക്കുവാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം അവിടെയുള്ള 2 വിറക് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ചൂള മാറ്റിയിട്ട് അതിലൊന്ന് ഗ്യാസ് ഉപയോഗിച്ചുള്ള ഒരു പൊതു ശ്മശാനമാക്കി മാറ്റുകയാണ്. അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുവാനായിട്ടാണ് നഗരസഭ ഉദ്ദേശിക്കുന്നത്. തീർത്തും പാവപ്പെട്ട ആളുകൾക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വിറക് ഉപയോഗിച്ചും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്ക് ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളെയും മുന്നിൽ കണ്ടുകൊണ്ടാണ് നഗരസഭ പ്രവർത്തിക്കുന്നത്. നഗരസഭയിലെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നാണല്ലോ ചെക്ക് ഡാം. ഈ ഡാമിന്റെ നിർമ്മാണം എവിടെ വരെ എത്തി? സർക്കാരിൽ നിന്ന് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുവാൻ എന്ത് സഹായമാണ് കിട്ടുന്നത്? പാലാ നഗരത്തിലെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മീനച്ചിലാറ്റിലും ലാലം തോട്ടിലും നിരവധി ചെക്ക് ഡാമുകൾ നിർമ്മിച്ചു വരുന്നു. മാണിസാറിന്റെ പ്രത്യേക താല്പര്യാർത്ഥം കളരിയാമക്ക കടവില് പുതിയ ചെക്ക് ഡാം നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ കടപ്പാട്ടൂരും ഒരു ചെക്ക് ഡാം നിർമ്മിക്കുകയുണ്ടായി. ചിറ്റേട്ട് കടവിലും കൊണ്ടാട്ട് കടവിലും ലാലം തോട്ടിൽ ഓരോ ചെക്ക് ഡാമുകൾ നിർമ്മിച്ചു. അതോടൊപ്പം പാലാ നഗരസഭ വളരെ വിജയകരമായി ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഒരു സ്വിമ്മിംഗ് പൂളായി മാറ്റുന്ന രീതിയിൽ ഒരു ചെക്ക് ഡാം കവിക്കുന്നിൽ നിർമ്മിച്ചത് ഞാൻ ഓർക്കുന്നു. 3 ലക്ഷം രൂപയാണ് അതിന് ചിലവ് വരുന്നത് എങ്കിലും
അത് വളരെ അധികം ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനായിട്ട് ഉപകരിക്കുന്ന രീതിയിലുള്ള ഒരു ചെക്ക് ഡാം കം സ്വിമ്മിംഗ് പൂളാക്കി അതിന് മാറ്റുവാനായിട്ട് കഴിഞ്ഞു. ഇടിഞ്ഞു കിടന്നിരുന്ന സ്ഥലങ്ങളൊക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ജോയി എബ്രാഹിം MP-യുടെ ഫണ്ടിൽ നിന്നും അദ്ദേഹം 6 ലക്ഷം രൂപ അതിനുവേണ്ടി അനുവദിച്ചു തരികയുണ്ടായി. അങ്ങനെ വളരെ നല്ല രീതിയിൽ അത് പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ നഗരസഭയുടെ മുൻപിലായി ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു മിനി ചെക്ക് ഡാം നഗരസഭയ്ക്ക് ചെറുതായി നിർമ്മിക്കുവാനായി കഴിഞ്ഞു എങ്കിൽ നഗരസഭാ കാര്യാലയത്തിന് കൂടുതൽ ഭംഗി വരുത്തുവാനായിട്ട് കഴിഞ്ഞു. കൂടാതെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും അതോടൊപ്പം തന്നെ ലാലും തോടിൻ്റെ ഇരുകരകളിലുമുള്ള കിണറുകളിൽ നല്ല രീതിയിൽ വേനൽക്കാലങ്ങളിൽ വെള്ളം നിൽക്കുന്നതിനും ഇത് ഉപകരിക്കുന്നു. സഭയുടെ കുടുംബശ്രീ കോട്ടയം ജില്ലയിൽ ഒന്നാമതായി എത്തുവാനായി കഴിഞ്ഞത് കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പാലാ നഗരസഭയിൽ ഒരു ക്യാൻറ്റീൻ നടത്തുകയും അതുപോലെ തന്നെ പാലാ നഗരസഭയിൽ എത്തുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമായ അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ തുടങ്ങിയുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കൂടാതെ നഗരസഭയിലെ സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഓട്ടോറിക്ഷ പരിശീലനം നടത്തുന്നതിന് കുടുംബശ്രീ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ഓട്ടോറിക്ഷ പരിശീലനം നടത്തുകയും ഓട്ടോറിക്ഷ ഓടിക്കുമെന്ന വനിതാ പ്രവർത്തകർ ഇന്ന് പാലാ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ പാലാ നഗരസഭ നടത്തി വരുന്ന 20 രൂപയ്ക്ക് ഉള്ള ഊണ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിനുള്ള വാഹനം ഓടിക്കുന്നത് ഒരു വനിതാ കുടുംബശ്രീയുടെ അംഗമാണ്. അങ്ങനെ തുടങ്ങി കുടുംബശ്രീയുടെ സജീവമായ പങ്കാളിത്തം ആ രംഗത്ത് ലഭിക്കുന്നുണ്ട്. കൂടാതെ നഗരസഭ നടപ്പിലാക്കുന്ന ലാബിൻ്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നതും കുടുംബശ്രീയാണ്. കുടുംബശ്രീ സാധാരണക്കാരായ ആളുകൾക്ക്, കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ പാലാ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമറ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂണിറ്റ് അവർ സ്വന്തമായിട്ട് സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഒരു ഫ്ലവർ മില്ല് സ്ഥാപിച്ച് അവിടെ നിന്നും അരിപ്പൊടിയും മറ്റ് പൊടികളുമൊക്കെ പാക്ക് ചെയ്ത് വിതരണം ചെയ്യുന്ന ഒരു യൂണിറ്റ് ആരംഭിക്കുകയുണ്ടായി. കൂടാതെ ഒരു ലോണ്ടറി യൂണിറ്റ് ആരംഭിച്ച് അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാരി ബാഗ് നിർമ്മാണ യൂണിറ്റും കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അതോടൊപ്പം എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നടക്കുകയും അതിൻ്റെ ഫോളോ അപ്പ് നടക്കുകയും അതെല്ലാം കാര്യക്ഷമമായി നടന്നു വരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതോടൊപ്പം തന്നെ പാലാ നഗരത്തിലെ തൊഴിലുറപ്പ് പദ്ധതി വളരെ വിജയകരമായ രീതിയിൽ നഗരസഭയിൽ നടന്നു വരുന്നു. പാലാ നഗരസഭയ്ക്ക് ഏറ്റവും കൂടുതൽ തുക ഗവൺമെന്റിൽ നിന്നും അനുവദിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും ആ മേഖലയിൽ ചെലവഴിക്കുവാനായിട്ട് കഴിഞ്ഞു. തൊഴിൽ ആവശ്യപ്പെടുന്ന മുഴുവൻ ആളുകൾക്കും തൊഴിൽ നൽകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പാലാ നഗരം വളരെ നല്ല രീതിയിൽ ക്ലീനിങ് നടത്തുവാനായിട്ടും അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുവാനായിട്ടും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 1500ഓളം തൊഴിലാളികൾ ആ മേഖലയിൽ പണിയെടുക്കുകയും വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനവും സഹകരണവുമാണ് അവരുടെ ഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കുടിവെള്ള പ്രശ്നം ഈ നഗരസഭയിലുണ്ടോ? പാലാ നഗരത്തില് വലിയ കുടിവെള്ള പ്രശ്നം ഉണ്ടായിരുന്നു. വർഷങ്ങളായി നഗരസഭയിൽ വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് പല സ്ഥലങ്ങളിലും കൊടുത്തുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ നഗരസഭയിൽ വിവിധ കുടിവെള്ള പദ്ധതികൾ സ്ഥാപിച്ചതോടുകൂടി കുടിവെള്ള പ്രശ്നത്തിന് വളരെ വലിയ ഒരു പരിഹാരം നേടുവാനായിട്ട് കഴിഞ്ഞു. നഗരസഭ നടപ്പിലാക്കിയ കവിക്കുന്ന് കുടിവെള്ള പദ്ധതി, പരിപ്പിക്കടവ് കുടിവെള്ള പദ്ധതി, തെക്കേക്കര കുടിവെള്ള പദ്ധതി, ഞാവള്ളിൽ കുടിവെള്ള പദ്ധതി, പരമലക്കുന്ന് കുടിവെള്ള പദ്ധതി, അരുണാപുരം കുടിവെള്ള പദ്ധതി, മാമ്പറമ്പിൽ കുടിവെള്ള പദ്ധതി തുടങ്ങിയ ഈ കുടിവെള്ള പദ്ധതികളൊക്കെ നടപ്പിലായതോടുകൂടി പാലാ നഗരത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ വെള്ളം യഥേഷ്ടം എത്തിക്കുവാനായിട്ട് കഴിഞ്ഞു. കൂടാതെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം എത്താതിരുന്ന നെല്ലിയാനി, 12 മൈൽ, ചക്കാങ്കുന്ന തുടങ്ങിയ സ്ഥലങ്ങളിലേക്കെല്ലാം, കവിക്കുന്ന പ്രദേശങ്ങളിലെ എല്ലാ സ്ഥലങ്ങളിലും വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം എത്തിക്കുവാനായിട്ടും നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കുടിവെള്ള ക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കുവാനായി നഗരസഭയ്ക്ക് കഴിഞ്ഞു. നഗരസഭാ പ്രദേശത്ത് ഏതാണ്ട് 16 സ്ഥലങ്ങളിൽ കുഴൽ കിണറുകൾ സ്ഥാപിക്കുവാനായിട്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നഗരസഭ ഈ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ഭാഗമായിട്ട് അർബൻ 2020 പദ്ധതിയിൽപ്പെടുത്തി
പാലാ നഗരസഭയിൽ വളരെ വിപുലമായ ഒരു കുടിവെള്ള പദ്ധതി സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ഏതാണ്ട് 45 കോടി രൂപ മുതൽ മുടക്ക് വരുന്ന ഈ ഒരു കുടിവെള്ള പദ്ധതി പാലാ നഗരസഭയിൽ നടപ്പിലാക്കി കഴിയുമ്പോൾ പാലാ മുനിസിപ്പാലിറ്റിയിലുള്ള മുഴുവൻ കുടുംബങ്ങളിലും 365 ദിവസവും 24 മണിക്കൂറും വെള്ളം ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. ഇതിനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട് പോവുകയാണ്. നഗരസഭയുടെ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? പാലാ നഗരസഭ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. നഗരസഭയിലെ എല്ലാ റോഡുകളും പൂർണ്ണമായും ടാറിംഗ് വേലകൾ പൂർത്തിയാക്കുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ പാലാ നഗരസഭയിലെ എല്ലാ ഇടവഴികളും കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കുവാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊട്ടാരമറ്റത്തും അതുപോലെ തന്നെ തെക്കേക്കരയിലും 2 ഷോപ്പിംഗ് കോംപ്ലക്സുകൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മികച്ച ഭരണത്തിൻ്റെ വിജയമന്ത്രവും നമ്മോട് പങ്കുവച്ച ശ്രീ കുര്യാക്കോസ് പടവനും പാലാ നഗരസഭയും കേരളത്തിലെ പ്രാദേശിക സർക്കാരുകൾക്ക് എന്നും എക്കാലത്തും ഒരു മാതൃക തന്നെയാണ്. ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത അധ്യായം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.